നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അകത്തായ കമ്മി കാട്ടുകള്ളന്മാർ ജയിലിൽ കിടന്ന് നിലവിളിയായിരുന്നില്ലേ? പാർട്ടി രക്ഷിക്കണം, പിണറായി വിജയൻ രക്ഷിക്കണം എന്നൊക്കെ ആയിരുന്നു ജയിലിൽ കിടന്ന് വിളിച്ചു കൂവിയത്. അതുപോലൊരു നിലവിളി വീണ്ടും ഉയരുകയാണ്. ഇത്തവണ പെട്ടവന്മാർ ED കേസിൽ അകത്തായ കൂട്ടരാണ്. നേതാവിന്റെ മകൾക്ക് വേണ്ടി പട്ടി ഷോ കാണിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ തല്ലാൻ പോയ പൊട്ടന്മാർ. അവരുടെ കരച്ചിൽ പിണറായി വിജയനോടാണ്. 60 ദിവസമായി ഞങ്ങൾ ജയിലിൽ കഴിയുന്നു, ഇനിയും ഇങ്ങനെ തുടരാൻ വയ്യ, രക്ഷിക്കണം, ഇതാണ് അവരുടെ ആവശ്യം. എന്നാൽ മോങ്ങലിന്റെ ഘനം ശകലം ഒന്ന് കൂടിയിട്ടുണ്ട്. അതായത് ഭീഷണിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന്. രക്ഷിക്കാൻ പാർട്ടി തയ്യാറായില്ലെങ്കിൽ നേതാക്കന്മാരെ കൊടുക്കും. ED ആക്രമണത്തിന് ആഹ്വാനമിട്ടവരുടെ പേര് വിളിച്ചു കൂവും എന്നൊക്കെ സഹികെട്ട് ഭീഷണികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ എന്തായാലും പണി കിട്ടുമെന്ന് വ്യക്തമായതോടെ പാർട്ടി ഇടപെട്ട് തിടുക്കപ്പെട്ട് വക്കീലന്മാരെയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായി അകത്തായ കൂട്ടരിൽ 7 പേർ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് ജാമ്യത്തിന് വേണ്ടി. ഈ ഒരു ഘട്ടത്തിലാണ് പാർട്ടി ഇപ്പോൾ ഇടപെട്ട് കൊടികെട്ടിയ വക്കീലന്മാരെയൊക്കെ ഇറക്കിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ വഴി തടഞ്ഞ് ആക്രമിക്കുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയുന്ന 24 CPM പ്രവർത്തകരിൽ 7 പേർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാമെന്ന പ്രതീക്ഷയിൽ ആക്രമണത്തിന് മുതിർന്ന പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും 60 ദിവസമായി ജയിലിൽ കിടന്ന് മടുത്തതോടെയാണ് ഒടുവിൽ ഹൈക്കോടതിയിൽ അഭയം പ്രാപിക്കുന്നത്. സെഷൻസ് കോടതി 2 തവണ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ED അന്വേഷണ സംഘം പരിശോധന നടത്തി മടങ്ങുന്നതിനിടെയായിരുന്നല്ലോ ആളെ കൂട്ടി വന്ന് CPM നേതാക്കൾ പ്രവർത്തകരെ അങ്ങോട്ട് ഇറക്കി വിട്ട് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. ഞങ്ങളുടെ കയ്യൂക്ക് കണ്ട് ED അങ്ങ് പേടിച്ചോടും എന്നൊക്കെയായിരുന്നു CPMകാർ കരുതിയത്. പക്ഷേ അവർ കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നതോടെയാണ് പണി 18ന്റേത് കിട്ടിയത്. CPM പ്രവർത്തകർ തടിച്ചുകൂടി ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തടയുകയും അത് ആക്രമിക്കുകയുമായിരുന്നു. കല്ലും കട്ടയും ഒക്കെ എടുത്തു വെച്ചായിരുന്നു ആ ഗ്ലാസ്, അതായത് കാറിന്റെ ഗ്ലാസ് ഇടിച്ചു പൊട്ടിച്ചത്. വധശ്രമം ഉൾപ്പെടെയുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു. വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങി ഗുരുതര വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതികളെ രക്ഷിക്കാൻ പരമാവധി അന്ന്, അതായത് ഈ ആക്രമണം നടന്ന ദിവസം CPM നേതാക്കൾ ശ്രമിച്ചിരുന്നു. പാർട്ടി ആപ്പീസിൽ കയറ്റിയിരുത്തി അവരെ സംരക്ഷിക്കാനുള്ള നീക്കം നടന്നു. എന്നാൽ ഭരണം മാറിയതും പോലീസ് മറുകണ്ഠം ചാടിയതോടെ 8ന്റെ പണി കിട്ടിയത് CPMകാർക്കാണ്. പാർട്ടി ആപ്പീസിൽ കയറി ഇവന്മാരെ ഞങ്ങൾ തൂക്കുമെന്ന് പോലീസ് കട്ടായം പറഞ്ഞപ്പോൾ ഒടുക്കം പാർട്ടി ആപ്പീസിൽ പോലീസ് കയറാതിരിക്കാൻ വേണ്ടി പ്രതികളെ പാർട്ടി ആഫീസിന് പുറത്തേക്ക് ഇറക്കി കൊടുക്കുകയായിരുന്നു CPM നേതാക്കൾ. അങ്ങനെയാണ് 25ഓളം പേർ പോലീസിന്റെ കസ്റ്റഡിയിലായതും അവർ ഇപ്പോൾ ജയിലിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഇപ്പോൾ 7 പേരാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നത് ജാമ്യത്തിന് വേണ്ടി. ഈ 7 പേരെന്ന് പറയുന്നത് ഈ CPMന്റെ കുറച്ച് തലപ്പത്ത് നിൽക്കുന്ന, അതായത് ആക്രമണത്തിന് IP ബിനു ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. അപ്പോഴും ബാക്കി സാധാരണക്കാരായിട്ടുള്ള CPM പ്രവർത്തകർ അകത്ത് തന്നെ കിടക്കും. ഇവർക്ക് വേണ്ടി ആരാണ് ഇറങ്ങുക? CPM തിരിഞ്ഞു നോക്കുമെന്നാണോ? അവർ തിരിഞ്ഞു പോലും നോക്കില്ല. പിണറായി വിജയൻ നല്ല ഒന്നാന്തരമായിട്ടാണ് ഈ അകത്ത് കിടക്കുന്ന CPMകാരെ കൈവിട്ടത്. അവരുടെ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ പാർട്ടി ഇടപെട്ട് അവർക്ക് സംരക്ഷണം കൊടുക്കണം എന്നൊന്നും പറയാൻ പോലും പിണറായി വിജയൻ തയ്യാറാകുന്നില്ല. സഹികെട്ട് മടുത്തതോടെയാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നവരിൽ 7 പേർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇതോടെയാണ് അവർക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി, അവർക്ക് നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പാർട്ടി അഭിഭാഷകരെ ഇറക്കിയിരിക്കുന്നത്. പ്രതികൾക്കായി പ്രമുഖ അഭിഭാഷകരുടെ വൻ നിരയെ തന്നെയാണ് പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത് എന്നാണ് സൂചന. മുൻ കേരള ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ TA ഷാജി, മുൻ അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പ്, മുതിർന്ന ക്രിമിനൽ അഭിഭാഷകരായ വിജയ് ഭാനു, S രാജീവ് തുടങ്ങിയ പ്രമുഖർ ഹർജിക്കാർക്കായി കോടതിയിൽ ഹാജരാകും. 5ാം പ്രതി ശ്രീജിത്ത്, 7ാം പ്രതി അനിൽകുമാർ,
ഷഫീഖ്, കിരൺ, നിഷാദ്, ജീവൻ തുടങ്ങിയ 7 പേരാണ് നിലവിൽ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് അത്ര പെട്ടെന്ന് ഇവർക്ക് ജാമ്യം കിട്ടുമോ? അതും ഒരു ചോദ്യമാണ്. കാരണം ഹൈക്കോടതിയുടെ മുൻപിലേക്ക് എല്ലാ തെളിവുകളും എത്തിയിട്ടുണ്ട്. അന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് കോടതിയുടെ മുൻപിൽ എത്താൻ പോകുന്നത്. ഈ ED ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ വനിതാ ഉദ്യോഗസ്ഥയും ഉണ്ടായിരുന്നു. അവരെ പോലും ആക്രമിക്കുന്ന ഒരു സമീപനം ഈ പ്രതികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി എന്ത് നിലപാടെടുക്കും അത് കണ്ടറിയണം. അത്ര പെട്ടെന്ന് ഊരിപ്പോരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ആക്രമിച്ച കേസാണ്. വധശ്രമം ഉൾപ്പെടെയാണ് വകുപ്പിട്ടിരിക്കുന്നത്. പണി 18-ന്റേതാണ് തലയ്ക്ക് മുകളിൽ കിടക്കുന്നത്. അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലിനെ ഉൾപ്പെടെ എത്തിച്ച് ഹൈക്കോടതിയിലും ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് ED ഇപ്പോൾ നീക്കം തുടങ്ങിയിരിക്കുന്നത്. അതായത് തങ്ങളെ ആക്രമിച്ച ഒരുത്തനും പുറത്തേക്കിറങ്ങരുത്, പുറം ലോകം കാണരുത് എന്നുള്ളതാണ് ED കട്ടായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം ED ഉദ്യോഗസ്ഥർ സർക്കാരിനെതിരെയും കർശന മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രതികൾക്ക് ഒരു തരത്തിലും ഒരു പഴുതുണ്ടാകരുത്, അവർ രക്ഷപ്പെട്ടു പോകാൻ ഒരു പഴുതുണ്ടാകരുത്, പഴുതടച്ച റിപ്പോർട്ടായിരിക്കണം കോടതിയിലും സമർപ്പിക്കേണ്ടത് എന്നാണ് ED വ്യക്തമാക്കിയിരിക്കുന്നത്. വിചാരണ ഘട്ടത്തിന് മുന്നോടിയായി പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് തടയുന്നതിനായി 60 ദിവസത്തിനകം ഭാഗിക കുറ്റപത്രം സമർപ്പിക്കാനും അന്വേഷണ സംഘം നീക്കം നടത്തുന്നുണ്ട്. ഇത് നടപ്പിലായാൽ വിചാരണ കൂടാതെ പ്രതികൾക്കുടനെ ഒന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. മാധ്യമ പ്രവർത്തകരുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പലരെയും പ്രതിയാക്കിയതെന്നും കേസിൽ വധശ്രമം ചുമത്തേണ്ട സാഹചര്യമില്ല എന്നാണ് പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. ആർക്കും ഗുരുതര പരിക്കുകളില്ല, മാരകായുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, കൃത്യമായ തിരിച്ചറിയൽ പരേഡ് നടത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾ ജാമ്യം തേടാൻ തുടങ്ങുന്നത്. കേസിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ പോലീസ് ബോധപൂർവം വധശ്രമം ചുമത്തിയതാണെന്നും ഡ്രൈവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂവെന്നും ഹർജിയിൽ പറയുന്നത്. എന്നാൽ ഇവിടെ കാണേണ്ട ഒരു വസ്തുതയുണ്ട്. അന്ന് ആ ആക്രമണം നടക്കുമ്പോൾ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിണറായി വിജയൻ വിചാരിച്ചാൽ ആ ഒരു ആക്രമണം അത് ഒഴിവാക്കാമായിരുന്നു. പിണറായി വിജയന് പറയാമായിരുന്നു, ഉദ്യോഗസ്ഥർ എൻ്റെ മകളെയാണ് ചോദ്യം ചെയ്യാൻ വന്നത്, അവർ ആ നടപടി പൂർത്തിയാക്കിയതിന് ശേഷം മടങ്ങുകയാണ്, എന്നെ ചോദ്യം ചെയ്യുകയോ എന്നെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റെയ്ഡാണ്, അതിൽ നമ്മൾ സഹകരിക്കുകയാണ് ചെയ്യേണ്ടത്, അണികൾ പ്രകോപിതരാകരുത്, ഉദ്യോഗസ്ഥർക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് എന്ന് പിണറായി വിജയന് പറയാമായിരുന്നല്ലോ. എന്തുകൊണ്ട് പിണറായി വിജയൻ അത് പറഞ്ഞില്ല? അപ്പോൾ ഈ മുതിർന്ന നേതാക്കൾ ഈ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ED വ്യക്തമാക്കുന്നതും ഈ പ്രതികളെ, അതായത് ഇപ്പോൾ അകത്തായിരിക്കുന്നവർ പ്രതികളാണ്, അവർ ആക്രമണത്തിൽ പങ്കെടുത്തവരാണ്. എന്നാൽ അവരെ ആക്രമിക്കാൻ പറഞ്ഞു വിട്ട ഒരു കൂട്ടരുണ്ടല്ലോ, CPM-ന്റെ നേതാക്കൾ, അവരെ തൂക്കി അകത്തിടണം എന്നാണ് ED വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസ് അങ്ങനെ തേച്ചുമാച്ച് കളയാനോ അല്ലെങ്കിൽ ഈ കേസിൽ വെള്ളം ചേർക്കാനോ അനുവദിക്കില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സർക്കാരും പോലീസും കൃത്യമായ അന്വേഷണം ഇതിൽ നടത്തണം എന്നാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം കേസിലെ പ്രധാന എതിർകക്ഷിയായ EDയെ ഒഴിവാക്കിക്കൊണ്ടാണ് പ്രതികൾ പലരും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ഇതിനെതിരെ കേസിൽ കക്ഷി ചേർന്ന് ശക്തമായ നിയമ പോരാട്ടത്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുന്നത്. അടുത്ത ദിവസം മുതൽ ഓഗസ്റ്റ് 4 വരെയുള്ള വിവിധ ദിവസങ്ങളിലായി ഈ ജാമ്യ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കും. അതായത് അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 4 വരെയുള്ള ദിവസങ്ങളിലാണ് ഹർജി കോടതി പരിഗണിക്കുന്നത്. മുൻപ് പോലീസ് റിപ്പോർട്ടിന് വിരുദ്ധമായി പ്രോസിക്യൂട്ടർ കോടതിയിൽ നിലപാടെടുത്തതിനെ തുടർന്ന് ഒരു പ്രതിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. സർക്കാർ ഒത്താശയോടെ ലഭിച്ച ആ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ED നൽകിയ ഹർജിയും നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതായത് പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഗീനാകുമാരി CPM-ന്റെ നല്ല ഒന്നാം തരം കമ്മ്യൂണി വക്കീല് വലിയ നീക്കമൊക്കെ നടത്തി. കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, സെഷൻസ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിക്ക് ജാമ്യം ചുളിവിലങ്ങ് ഒപ്പിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ അങ്ങ് എല്ലാവരെയും ഓരോരുത്തരെയായി ഊരിയെടുക്കാം എന്നാണ് ഗീനാകുമാരി കരുതിയത്. പക്ഷേ അടപടലമാണ് പണി കിട്ടിയത്. ഗീനാകുമാരിയുടെ ഈ ഇടപെടലിനെ എതിർത്തുകൊണ്ട് പോലീസ് രംഗത്ത് വന്നു. അതായത് ഗവൺമെന്റ് പ്ലീഡർ ഗീനാകുമാരി പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടത്തിയതെന്നും ഇവർക്ക് പ്രതിക്ക് ജാമ്യം കൊടുത്ത നീക്കം അത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് എന്നും കോടതിയിൽ പോലീസ് നിലപാടെടുത്തിരുന്നു. EDയും ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിരുന്നു. ഗീനാകുമാരിയെ ഉൾപ്പെടെ തൂക്കണം, പ്രതിപട്ടികയിലേക്ക് ഇടണം എന്നുള്ളതായിരുന്നു EDയുടെ ആവശ്യം.
ഇവിടെ മറ്റൊരു കാര്യം, അതായത് ഇന്നിപ്പോൾ 7 പേരാണ് ഹൈക്കോടതിയെ ജാമ്യത്തിന് വേണ്ടി സമീപിക്കാൻ പോകുന്നത്. ജയിലിൽ കിടന്ന് മടുത്തു, ഇനിയും കിടന്നു കഴിഞ്ഞാൽ പുറം ലോകം കാണാൻ കഴിയില്ല എന്ന് അവർക്ക് നല്ല കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള, തടി തപ്പാനുള്ള നീക്കം നടത്തുന്നത്. ഇപ്പോഴും ഈ അകത്തായ പ്രതികളിൽ കുറച്ച് പ്രിവിലേജ് ഉള്ള ആൾക്കാർക്കാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പ്രവർത്തകരാണ്. അവർക്ക് വേണ്ടി എന്താണ് ഈ പാർട്ടി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മൾ ആ പ്രതികളിൽ ഒരാളുടെ വീടിന്റെ ശോചനീയാവസ്ഥ നമ്മൾ കണ്ടതായിരുന്നു. വി ശിവൻകുട്ടി അതിലൊരു പ്രതിയുടെ വീട്ടിൽ പോയപ്പോൾ ഒരു ചെറിയ ഒരു വീട്, ആ വീട്ടിൽ മാതാപിതാക്കൾ നല്ല പ്രായമായ മാതാപിതാക്കളാണ്. അവർക്ക് തണലായിട്ടുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ പറയുന്ന വീണയ്ക്ക് വേണ്ടി നെഞ്ചും വിരിച്ചു ചെന്ന് ആക്രമണത്തിനൊക്കെ പങ്കെടുത്ത് ഇപ്പോൾ അഴിക്കുള്ളിൽ കിടക്കുന്നത്. ആ കുടുംബത്തിന്റെ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് പോലും ഈ CPM-കാർ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ പണി കിട്ടും എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് വക്കീലന്മാരെയൊക്കെ ഇറക്കി ഈ അകത്ത് കിടക്കുന്ന അണികളെ പുറത്തിറക്കാനുള്ള ഒരു നീക്കം CPM നടത്തുന്നത്. അതായത് നേതാക്കന്മാരുടെ പേര് പ്രവർത്തകർ വിളിച്ചു കൂവിക്കഴിഞ്ഞാൽ അവരിലേക്ക് അന്വേഷണം തിരിയുമോ, അവരെ തൂക്കി അകത്തിടുമോ എന്നുള്ള ഭയം പാർട്ടിക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അണികളെ മുന്നിൽ നിർത്തി ചോരക്കളി നടത്തുകയും അടിയുണ്ടാകുമ്പോൾ നേതാക്കൾ സുരക്ഷിത താവളങ്ങളിലേക്ക് വലിഞ്ഞ് കൈ കഴുകുകയും ചെയ്യുന്ന പതിവ് CPM-ന്റെ ഈ ശൈലിക്ക് പണി വരുന്നുണ്ട് എന്ന് സാരം. ED റെയ്ഡ് നടത്തി മടങ്ങിയ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം ഉണ്ടായതിൽ ED കടുപ്പിച്ച നിലപാടുമായിട്ട് നിൽക്കുകയാണ്. അണികളെ ജയിലിൽ തള്ളിവിട്ട് രക്ഷപ്പെടാൻ തുനിഞ്ഞ CPM നേതാക്കളും ഭീതിയിലാണ്, കുടുങ്ങും എന്നാണ് അറിയുന്നത്. അണികളെ മാത്രമല്ല, ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത CPM നേതാക്കളെയും അഴിക്കുള്ളിലാക്കാൻ ED തുനിഞ്ഞിറങ്ങുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നേതാക്കന്മാർക്കും പിടിവീഴും. ആസൂത്രിതമായി നടന്ന ഈ ആക്രമണം നേതാക്കളുടെ പൂർണ്ണമായ അറിവോടെയും പ്രകോപനത്തോടെയുമാണെന്ന് ചൂണ്ടിക്കാട്ടി നേതാക്കളെ കൂടി കേസിൽ പ്രതി ചേർക്കണം എന്ന കടുത്ത ആവശ്യമാണ് ED മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഗുണ്ടായുസത്തിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. കേസിൽ നേരിട്ട് കക്ഷി ചേരാനുള്ള അടിയന്തര തയ്യാറെടുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി അക്രമവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ ED നേരിട്ട് ശേഖരിക്കാൻ തുടങ്ങുകയും ചില തെളിവുകൾ EDയുടെ പക്കലേക്ക് എത്തുകയും ചെയ്തതോടെ നേതാക്കൾ ചങ്കിടിച്ചു നിൽക്കുകയാണ്. അക്രമക്കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ വീടുകൾ CPM നേതാക്കൾ കൂട്ടത്തോടെ സന്ദർശിച്ചതും അവർക്ക് കടുത്ത സംരക്ഷണം നൽകുന്നതും EDയുടെ സംശയങ്ങൾക്ക് ബലം കൂട്ടുന്നുണ്ട്. അതായത് ഈ പ്രതികളെ ഇറക്കി വിട്ടത് CPM-കാർ തന്നെയാണ്, നേതാക്കന്മാർ തന്നെയാണെന്ന് ED കൃത്യമായി പോലീസിനോടും കോടതിയോടും വ്യക്തമാക്കുന്നുണ്ട്. അക്രമത്തിൽ നേതാക്കൾക്ക് നേരിട്ടുള്ള പങ്ക് വെളിവാക്കുന്നതാണ് പ്രതികളുടെ വീടുകളിൽ നേതാക്കന്മാർ പോയി കറങ്ങിയത് എന്നാണ് ED നിലപാടെടുത്തത്. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി നേതാക്കളുടെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാണ് ഡയറക്ടറേറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ കേസിൽ ആഭ്യന്തര വകുപ്പും വലിയ നാണക്കേടിന്റെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ കേസിൽ ഉൾപ്പെട്ട പ്രതികളെ തൂക്കിയെടുക്കുക, അവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം എന്തുകൊണ്ട് ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയൊരുക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞില്ല എന്ന വലിയ ചോദ്യം ഉയർന്നു വന്നു. ആഭ്യന്തര വകുപ്പിനും പോലീസ് സേനയ്ക്കും പിടിപ്പില്ലേ എന്നുള്ള വലിയ ആക്ഷേപം സേനയ്ക്ക് നേരെ വന്നതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ഒരു ക്ഷീണമുണ്ടായി. പ്രതികൾക്കെതിരെ കർക്കശ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു നിലപാടായിരുന്നു രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെ എല്ലാവരെയും തൂക്കിയെടുക്കണമെന്നാണ് പോലീസിനോട് രമേശ് ചെന്നിത്തലയും പറഞ്ഞത്. അതായത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 25 പേരാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. ഇനി ഒരു 26ഓളം പേർ അകത്താകാനുണ്ട്. അവർ ഒളിവിലാണ്. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് തേടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, അന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചപ്പോൾ അതിനെ ചെറുക്കാൻ ശ്രമിച്ച പോലീസുകാരെയും ആക്രമിക്കുന്ന സമീപനം CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് പോലീസുകാരെ ആക്രമിച്ച കേസിൽ ഒരു 200ഓളം പേരെ, കണ്ടാലറിയാവുന്ന 200ഓളം പേരെയാണ് തൂക്കിയെടുക്കാൻ പോലീസ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് അന്ന് ആക്രമണം നടക്കുമ്പോൾ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ ദൃശ്യങ്ങൾ നോക്കിയാണ് പ്രതികളെ ഓരോരുത്തരെയായി പോലീസ് സ്കെച്ച് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരിലേക്കും പോലീസ് എത്തും എന്നുള്ളതാണ്. ഹൈക്കോടതിയും പ്രതികൾക്ക് ജാമ്യം കൊടുക്കാൻ സാധ്യത കുറവാണ്. കാരണം സെഷൻസ് കോടതി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് EDയെ ആക്രമിച്ചത് അപൂർവമായ കേസാണ് എന്നാണ് കോടതി പരാമർശിച്ചത് പോലും. അക്രമം മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടതാണെന്നും ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടതെന്നും കോടതി ഉത്തരവിൽ പരാമർശിച്ചിരുന്നു.
ED ഈ വിഷയത്തിൽ കക്ഷി ചേർന്നത് പശ്ചിമ ബംഗാളിലെ ഒരു സാഹചര്യം, ഒരു കേസ് ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു. അതായത് പശ്ചിമ ബംഗാളിലും സമാനമായ സാഹചര്യം ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായെന്നും CBI ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും അതിന് സമാനമായ സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായതെന്നും ED വ്യക്തമാക്കിയിരുന്നു. ഈ കേസിൽ പശ്ചിമ ബംഗാളിലെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ CBI തൂക്കിയെടുത്ത് അകത്തിടുകയായിരുന്നു. ആ കേസ് പിന്നീട് CBI ഏറ്റെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണം, ആ കേസ് CBI അന്വേഷിക്കണം എന്നുള്ള ആവശ്യം കോടതിയിൽ ED ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ലെന്നും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്ന അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നും കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം ജസ്റ്റ് ഒന്ന് വഴിമാറിപ്പോയത്. എന്നാൽ പോലീസ് ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ ED വീണ്ടും CBI അന്വേഷണം ആവശ്യപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന CPMകാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. അവർക്ക് ഇനി അവിടെ കിടക്കാൻ വയ്യ എന്നാണ് അവർ നേതാക്കളെ പാർട്ടി ആഫീസിലേക്ക് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂതന്മാർ വഴിയാണ് ഇതൊക്കെ പാർട്ടി ആഫീസിലേക്ക് എത്തിക്കുന്നത്. അതായത് ഈ ജയിലിനകത്താണെങ്കിലും CPMന് വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടം പോലീസുകാരുണ്ടല്ലോ, അവരോടാണ് ഈ പറഞ്ഞ അകത്ത് കിടക്കുന്ന CPMകാർ തങ്ങളുടെ വേവലാതിയും ആവലാതിയും ഒക്കെ പറഞ്ഞ് അതങ്ങ് AKG സെന്ററിൽ എത്തിക്കുന്നത്. തിടുക്കപ്പെട്ട എന്തായാലും ഇപ്പോൾ വക്കീലന്മാരെയൊക്കെ ഇറക്കാനുള്ള നീക്കവും പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. എന്തായാലും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് അത്ര നിസ്സാര കേസല്ല. കോടതിയുടെ മുൻപിൽ ഈ വീഡിയോകളെല്ലാം സമർപ്പിക്കപ്പെടും. കോടതി ഈ വീഡിയോകൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഇരച്ചടുക്കുന്ന CPMകാർ. കോടതിയും ഒരുപക്ഷെ ഒരു തീരുമാനമെടുക്കാം, അല്ലെങ്കിൽ ഒരു നിലപാട് പറയാം. ഇത് വെറുതെ അങ്ങ് ഈ CPM പ്രവർത്തകർ ഇരച്ചിറങ്ങിയതല്ലല്ലോ, ഇതിന് ആഹ്വാനമിട്ടത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം, അതിൽ ശക്തമായ അന്വേഷണം വേണമെന്ന് കോടതി കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും CPMകാർ ഇപ്പോൾ ഒന്ന് ഭയപ്പെട്ടിട്ടുണ്ട്. ഈ പ്രവർത്തകരുടെ വായിൽ നിന്ന് നേതാക്കന്മാരുടെ പേരുകൾ എങ്ങാനും വരുമോ എന്ന്. അന്നവിടെ മുൻപന്തിയിലുണ്ടായിരുന്ന ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, ജോൺ ബ്രിട്ടാസ്, ആനാവൂർ നാഗപ്പൻ തുടങ്ങിയ ഒരു കൂട്ടം നേതാക്കളുണ്ട്. ആനാവൂർ നാഗപ്പനൊക്കെ പാർട്ടി ആഫീസിൻ്റെ അവിടെ നെഞ്ചുമിരിച്ച് നിൽക്കുകയാണ്. ഞങ്ങളുടെ ചങ്കത്ത് ചവിട്ടിയെ അകത്ത് കയറി ഞങ്ങളുടെ പ്രവർത്തകരെ തൊടാൻ കഴിയൂ എന്നൊക്കെയായിരുന്നു. ഒടുക്കം പോലീസ് പറഞ്ഞു ഏതവൻ്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ടാണേലും പ്രതികളെയും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞതോടെ അങ്ങ് പത്തി മടക്കുകയായിരുന്നു. പിന്നെ പറഞ്ഞു എന്നാൽ ഞങ്ങൾ പ്രതികളെ പുറത്തോട്ട് ഇറക്കിത്തരാം, അപ്പോൾ അറസ്റ്റ് ചെയ്തോളാൻ. അതായത് നേതാവിൻ്റെ മകൾക്ക് വേണ്ടി തല്ലുകൊള്ളാൻ പോയവന്മാർ, അകത്ത് ഇപ്പോൾ കിടക്കുന്നവന്മാർ, അവരുടെ കാല് വാരിയത് ഈ പാർട്ടി തന്നെയാണ് എന്ന് പച്ചയ്ക്ക് പറയാം. പക്ഷേ എന്നിട്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാസപ്പടി കേസിൽ അച്ഛനും മകൾക്കും ഒക്കെ പങ്കുണ്ട് എന്നുള്ളതിൻ്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടെ അകത്ത് കിടക്കുന്നവന്മാർ തലയിൽ കൈവയ്ക്കുകയായിരുന്നു, ഞങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.